Good morning students. ഇന്ന് രണ്ടാം വർഷ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. സോ ഫങ്ഷൻസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. സോ മോഡുലാർ പ്രോഗ്രാമിംഗ് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് പരിഗണിക്കാം. നിങ്ങളുടെ സ്കൂളിൽ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സ്കൂളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട്, ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട്, മറ്റ് അക്കാഡമിക് കാര്യങ്ങളായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളായിട്ടും ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്ന ഒരു സെൻ്ററാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുമ്പോൾ അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രോബ്ലത്തെ നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതിന് വേണ്ടിയുള്ള പ്രോഗ്രാം അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനും സാധിക്കില്ല. അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ലെങ്തി ആയിട്ടുള്ള ആ പ്രോബ്ലത്തെ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം ഓരോ മോഡ്യൂൾസും സെപ്പറേറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓരോ മോഡ്യൂൾസും സെപ്പറേറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ റിസൾട്ടിലോട്ട്, ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇത്തരത്തിൽ ഒരു ലാർജ് പ്രോഗ്രാമിനെ വളരെ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഓർ പ്രോബ്ലംസ് ഇൻടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. മോഡ്യൂൾസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് മോഡുലറൈസേഷൻ. മോഡ്യൂൾസ് മീൻസ് ചെറിയ പീസസ്, ചെറിയ പാർട്സ്. ഓക്കെ, അപ്പോൾ ഇനി മോഡ്യൂൾസ് അല്ലെങ്കിൽ മോഡുലറൈസേഷൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്, അതായത് വളരെ വലിയ പ്രോബ്ലത്തെ ചെറിയ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്തുള്ള നമുക്കുള്ള മെറിറ്റ്സ് എന്താണ്? ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, reduce the size of the program. So size of the program, നമുക്കറിയാം വളരെ ലെങ്തി ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കിനെയാണ് നമ്മൾ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാം ഒരു പക്ഷേ ലെങ്ത് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് വളരെ ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ പരിഗണിക്കാം. ഇവിടെ ഈ ഒരു x⁵5 പ്ലസ് y⁵7 ഡിവൈഡഡ് ബൈ √x പ്ലസ് √y. ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ 2 തവണ നിങ്ങൾ എക്സ്പോണന്റ് കാണുന്നുണ്ട്. എക്സ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x⁵5 അതുപോലെ y⁵7. അപ്പോൾ ഒരേ പ്രോസസ്സ്, എക്സ്പോണന്റ് കാണുക എന്നുള്ള ഒരേ പ്രോസസ്സ് 2 തവണ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ ഒരുപാട് തവണ ചിലപ്പോൾ ഒരു കാൽക്കുലേഷൻ്റെ ഇടയിൽ തന്നെ എക്സ്പോണന്റ് കാണുന്ന ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്പോണന്റ് കാണുക എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു, ഒരു പ്രോഗ്രാം അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു എങ്കിൽ നിങ്ങൾ എത്ര തവണ എക്സ്പോണന്റ് കാണണമെങ്കിലും നിങ്ങൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡ്യൂളിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് x⁵5 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, y⁵7 കാണാൻ സാധിക്കുന്നു. 2 തവണ നിങ്ങൾ എക്സ്പോണന്റ് കാണാനുള്ള പ്രോഗ്രാം എഴുതേണ്ട ആവശ്യമില്ല. ഒരു തവണ മാത്രം നിങ്ങൾ എക്സ്പോണന്റ് കാണാനുള്ള പ്രോഗ്രാം എഴുതി വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് 2 തവണ എഴുതേണ്ടുന്ന പ്രോഗ്രാം കോഡ് നമ്മൾ ഒറ്റ തവണയായി ചുരുക്കി. അതായത് പ്രോഗ്രാമിൻ്റെ സൈസ് നിങ്ങൾ ചുരുക്കി. റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. ക്ലിയർ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്
റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. കിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. ലെസ് chance of error occurrence. When the size of the program is reduced, പ്രോഗ്രാമിന്റെ സൈസ് നിങ്ങൾ ചുരുക്കും തോറും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ വരാൻ സാധ്യതയുള്ള എറേഴ്സ്, സിൻടാക്സ് എറർ ഉണ്ടാകാം, ലോജിക്കൽ എറർ ഉണ്ടാകാം, ഇത്തരത്തിലുള്ള എറേഴ്സ് വരാനുള്ള സാധ്യത നിങ്ങൾക്ക് ചുരുക്കാം. സോ ലെസ് ചാൻസ് ഓഫ് എറേഴ്സ്. കാരണം നമ്മുടെ പ്രോഗ്രാമിന്റെ സൈസ് ചുരുങ്ങുന്നത് മാത്രമല്ല, നമ്മൾ ഡിഫറെന്റ് മോഡ്യൂൾസ് ആക്കി ഓരോ മോഡ്യൂൾസും സെപ്പറേറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ? ഏതെങ്കിലും ഒരു മോഡ്യൂളിൽ സപ്പോസ് എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യാം. അത് മൊത്തം പ്രോഗ്രാമിനെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എറേഴ്സ് നിങ്ങൾക്ക് വളരെ ചുരുക്കാൻ സാധിക്കും. എറേഴ്സ് വളരെയധികം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ലെസ് ചാൻസ് ഓഫ് എറേഴ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ പ്രോഗ്രാം സൈസ് നമ്മൾ ഒരുപാട് ചുരുക്കുന്ന സമയത്ത് പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാം സെപ്പറേറ്റ് മോഡ്യൂൾസ് ആക്കി ഓരോ ഭാഗത്ത് വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോംപ്ലക്സിറ്റി തീരെ ഇല്ലാതാകുന്നു എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ് റെഡ്യൂസസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രോഗ്രാം. മൂന്നാമത്തെ പോയിന്റ്. ദെൻ നാലാമത്തെ പോയിന്റ് ഇംപ്രൂവ്സ് ദ റീയൂസബിലിറ്റി ഓഫ് ദ പ്രോഗ്രാം. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞതാണ്. അവിടെ തന്നെ എക്സ്പോണന്റ് കാണേണ്ട, മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് നോക്കുക. എക്സ്പോണന്റ് കാണാനുള്ള ഒരു മോഡ്യൂൾ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് x⁵5 വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചു. അതേ മോഡ്യൂൾ ഞാൻ റീയൂസ് ചെയ്യുന്നു. ആർക്ക് വേണ്ടിയിട്ട്? y⁵7 വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തു. മുകളിൽ പറഞ്ഞ ഈ എക്സാമ്പിളിൽ നോക്കുക, x⁵5 വേണ്ടിയിട്ട് ഞാൻ ഒരു മോഡ്യൂൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡ്യൂൾ ഉപയോഗിച്ചു. അതേ മോഡ്യൂൾ തന്നെയാണ് y⁵7 കാണാൻ വേണ്ടിയിട്ടും ഞാൻ റീയൂസ് ചെയ്യുന്നത്. So the same module is reused again and again in the program. So improve the reusability inside the program. പ്രോഗ്രാമിനകത്ത് റീയൂസബിലിറ്റി ഒരുപാട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ 4 പോയിന്റുകൾ ഓർത്തെടുക്കുക. ഒന്ന് എന്തായിരുന്നു? റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. 2 ലെസ് ചാൻസ് ഓഫ് എറർ അക്കറൻസ്. മൂന്നാമത്തത് റെഡ്യൂസ് ദ പ്രോഗ്രാം കോംപ്ലക്സിറ്റി. നാലാമത്തത് ഇംപ്രൂവ് ദ റീയൂസബിലിറ്റി ഇൻ ദ program. Okay, so these are the merits of modular programming. Now some demerits are also there in our program. നമ്മുടെ പ്രോഗ്രാമിനകത്ത് കുറച്ച് ഡിമെറിറ്റ്സ് കൂടി നമുക്ക് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് കൊണ്ടുവരുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. നമുക്ക് കൃത്യമായിട്ട് എവിടെ എങ്ങനെ മോഡ്യൂൾസ് ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി പ്രോസസ്സിങ് നടത്തണമെന്നുള്ളത് വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് എവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണം, എവിടെ വെച്ച് സെപ്പറേറ്റ് മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഈച്ച് സബ് പ്രോബ്ലം മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ്. എല്ലാ മോഡ്യൂൾസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എല്ലാ മോഡ്യൂൾസും സെപ്പറേറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ദ അറ്റ്മോസ്റ്റ് കെയർ ഷുഡ് ബി ഗിവൺ വൈൽ സെറ്റിംഗ് ദ ഹൈറാർക്കി ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് ദ മോഡ്യൂൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോഗ്രാമുകളിൽ നമുക്ക് ഒരു മോഡ്യൂൾ 1 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ മോഡ്യൂൾ 2 എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ നിങ്ങൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ എറർ വരാനുള്ള സാധ്യതയുണ്ട്. ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഈച്ച് മോഡ്യൂൾസ് ഇൻസൈഡ് ദ പ്രോഗ്രാം യു ഹാവ് ടു മേക്ക് utmost care when you are executing the hierarchy order of execution of the sub modules. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ.
എവിടെ? മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ. അപ്പോൾ അങ്ങനെയുള്ള ചില ഡീമെറിറ്റ്സ് കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, എന്താണ് ഫങ്ഷൻസ്? നമ്മൾ നേരത്തെ മോഡുലാർ പ്രോഗ്രാമിംഗ് പറഞ്ഞു, മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ മോഡ്യൂൾസ് തന്നെയാണ് നമ്മുടെ C++ൽ ഫങ്ഷൻസ് എന്ന പേരിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ എന്താണ് ഡെഫിനിഷൻ? ഫങ്ഷൻസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വി ക്യാൻ സേ ദാറ്റ് എ ഫങ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് as part of the solution. So it is a named unit of statements. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിന് നമ്മളൊരു നെയിം കൊടുത്തിട്ടുണ്ടാവും. ആ നെയിം ഫങ്ഷൻ നെയിമാണ്. ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്, ഒരു പ്രത്യേക ടാസ്ക്, ഒരു പ്രത്യേക ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുമിച്ച് ഒരു ഗ്രൂപ്പാക്കി മാറ്റി ആ ഗ്രൂപ്പിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എ ഫങ്ഷൻ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ ഒരു കോഫി മേക്കിംഗ് പിക്ചറാണ് ഇവിടെ കാണുന്നത്. ഒരു കോഫി മേക്കിംഗ് മെഷീനാണത്. ഈ കോഫി മേക്കിംഗ് മെഷീനിലോട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങളൊരു പ്രത്യേക പ്രപ്പോർഷനിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഷീൻ എന്ത് നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നു? ഒരു വളരെ സ്വാദിഷ്ടമായ ഒരു കോഫി നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നു. അപ്പോൾ ഈ കോഫി മേക്കർ ഇതൊരു ഫങ്ഷനായിട്ട് നമുക്ക് പറയാം. ഇതിനകത്തേക്ക് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 4 ഇൻഗ്രീഡിയൻസ് ചേർത്ത് വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. സോ നോക്കുക, മേക്ക് കോഫി എന്നുള്ള ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. ഈ 4 ഇൻഗ്രീഡിയൻസ്, ഈ 4 ഇൻപുട്സ് ആക്സെപ്റ്റ് ചെയ്തിട്ട് മേക്ക് കോഫി എന്നുള്ള പ്രോസസ്സിലൂടെ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു കപ്പ് കോഫി നിങ്ങൾക്ക് കിട്ടുന്നു. അത് എവിടെ നിങ്ങൾ ഒഴിച്ചു വെക്കുന്നു? കപ്പിലോട്ട് നിങ്ങൾ ഒഴിച്ചു വെക്കുന്നു. അതുപോലെ അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് മേക്ക് കോഫി എന്നുള്ളതാണ് നമ്മുടെ ഫങ്ഷൻ. നമ്മുടെ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന ഈ വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ, ഇത് 4 പാരാമീറ്റേഴ്സാണ്. ഇതിനെ പറയുക പാരാമീറ്റേഴ്സ് ഓർ വേരിയബിൾസ് ഓർ ആർഗ്യുമെൻറ്റ്സ്. ഇങ്ങനെ പല പേരുകളിൽ നമ്മൾ ഈ ഫങ്ഷനിലോട്ട് പാസ് ചെയ്തിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസിനെ നമ്മൾ പറയും. സോ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്നൊക്കെ നമ്മൾ ഇതിനെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, നോക്കുക. അപ്പോൾ ഇത് തന്നെ ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 3, 5, 2, 6 എന്താണ് 3, 5, 2, 6? 3 വാട്ടർ, 5 മിൽക്ക്, 2 ഷുഗർ, 6 കോഫി പൗഡർ. ഇതിൻ്റെ ഈ പ്രപ്പോർഷൻ മാറിയാൽ നിങ്ങൾക്ക് ഒരു കോഫി കിട്ടും, പക്ഷെ അത് സ്വാദിഷ്ടമാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രപ്പോർഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫങ്ഷനിലോട്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫങ്ഷനകത്ത് വെച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നു. അതുപോലെ തന്നെ നമുക്ക് C++ലും ഫങ്ഷനുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണെങ്കിൽ C++ൽ അത്തരം കോഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. റൈറ്റ്. ഇനി ഫങ്ഷൻസ് C++ൽ എത്ര തരത്തിലുണ്ട്? പ്രധാനമായും C++ൽ ഫങ്ഷൻസ് 2 തരത്തിലാണുള്ളത്. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും മറ്റൊന്ന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. സോ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ നമ്മൾ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് കൂടി പറയും. അതായത് C++നകത്ത് തന്നെ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇറ്റ്സ് എ റിച്ച് കളക്ഷൻ ഓഫ് ഫങ്ഷൻസ്, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്.
In C++, there are so many functions, predefined or built-in functions which are already defined inside the library of the C++. C++-നകത്ത് ലൈബ്രറിക്കകത്ത് ഒരുപാട് ഫങ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് പ്രീഡിഫൈൻഡ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. വാട്ട് അബൌട്ട് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ പേരിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ യൂസർ ഹു യൂസസ് C++. ആരാണോ C++ ഉപയോഗിക്കുന്നത്, ഞാൻ C++ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, അതിന് പേര് കൊടുക്കുന്നതും ഞാൻ, അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നതും ഞാൻ, അതെന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. സോ 2 categories for functions in C++. First one, predefined or built-in function. Second one, user defined function. Okay. ഇനി ഫങ്ഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ ഒരിക്കലും വിട്ടു പോകാത്ത അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മറന്നുകൂടാത്ത ഒരു ഫങ്ഷനാണ് മെയിൻ ഫങ്ഷൻ. കാരണം C++ പ്രോഗ്രാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് മെയിൻ ഫങ്ഷൻ. മെയിൻ ഫങ്ഷൻ ഇല്ലാത്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കില്ല. മെയിൻ ഫങ്ഷൻ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ആയിട്ടാണ് നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത്. കാരണം മെയിൻ ഫങ്ഷനകത്ത് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെന്ന് തീരുമാനിക്കുന്നത് യൂസർ തന്നെയാണ്. അതുകൊണ്ട് മെയിൻ ഫങ്ഷൻ ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. മെയിൻ ഫങ്ഷനിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും സാധാരണ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുക. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും മെയിൻ ഫങ്ഷനിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മെയിൻ ഫങ്ഷനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിത്തൗട്ട് മെയിൻ C++ പ്രോഗ്രാം വിൽ നോട്ട് റൺ. മെയിൻ ഫങ്ഷൻ ഇല്ലാതെ C++ പ്രോഗ്രാം റൺ ചെയ്യില്ല. ഓൾ അതർ ഫങ്ഷൻസ് വിൽ ബി എക്സിക്യൂട്ടഡ് വെൻ ദേ ആർ കോൾഡ് ഓർ ഇൻവോക്ഡ്. മറ്റുള്ള ഫങ്ഷനുകളൊക്കെ ഇൻവോക്ക് ചെയ്താൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യൂ, അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യൂ. അതേ സമയത്ത് മെയിൻ ഫങ്ഷൻ കമ്പൈലർ നേരിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നു. അതാണ് മെയിൻ ഫങ്ഷൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിലോട്ടാണ് ഇനി നമ്മൾ പോകേണ്ടത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.